V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കലിതുള്ളിയെത്തിയ പെരുമഴയിൽ കടൽ സമാനമായി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പേരുകേട്ട തൃശൂർ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ജലം വിഴുങ്ങി. സ്വരാജ് റൗണ്ടിൽ കടലിരമ്പം, നഗരം സ്തംഭിപ്പിച്ച ജലതാണ്ഡവം. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി, 100ഓളം വീടുകളും വെള്ളക്കെട്ടിന്റെ പിടിയിൽ. ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലും കനത്ത മഴ. കുന്നംകുളത്ത് പെയ്തത് 105 മില്ലിമീറ്റർ മഴ. വിലങ്ങൻകുന്നിൽ 75 മില്ലിമീറ്റർ മഴ പെയ്തു. അടുത്ത 5 ദിനം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത. തൃശൂരിൽ റെഡ് അലർട്ട്. മഴയിൽ തൃശൂർ നഗരം മുങ്ങുന്നതിന് പൂർണ്ണ ഉത്തരവാദികൾ പൊതുമരാമത്ത് വകുപ്പ് എന്നാരോപിച്ച് കൈകഴുകി മേയർ MK വർഗീസ്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം. കയ്യേറ്റങ്ങൾ പിടിച്ചെടുത്ത് ജലമൊഴുക്ക് സുഗമമാക്കണമെന്ന മേയർ. കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. ഭരിക്കാനറിയില്ലെങ്കിൽ മേയർ രാജിവെച്ചു പോകണമെന്ന പ്രതിപക്ഷ നേതാവ് രാജൻ ജെ വല്ലൻ. മഴ രൂക്ഷതയ്ക്കിടയിൽ റെയിൽപാളത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണ അപകടം. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിലാണ് സംഭവം. 4 തീവണ്ടികൾ പിടിച്ചിട്ടു. ട്രെയിൻ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. കുറാഞ്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ നിന്നിരുന്ന തെങ്ങ് റോഡിന് കുറുകെ പൊട്ടിവീണ കുറാഞ്ചേരി ചോറ്റുപാറ റൂട്ടിൽ ഗതാഗത സ്തംഭനം. വൈദ്യുത ലൈനിലേക്ക് പതിച്ചെങ്കിലും വന്നപകടം ഒഴിവായി. പെരുമഴയ്ക്കിടെ മിന്നലും. തൃശൂരിന് തീരാവേദനയായി 2 മരണം. വലപ്പാട് കോതക്കുളം സ്വദേശിനി നിമിഷ, വേലൂർ സ്വദേശി ഗണേശൻ എന്നിവരാണ് ദുരന്തത്തിനിരയായത്. നിമിഷയ്ക്ക് മിന്നലേറ്റത് ശുചിമുറിയിൽ കുളിക്കുന്നതിനിടെ. ഗണേശൻ മിന്നലിനിരയായത് അമ്മയുമായി വീടിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നതിനിടെ. മതിലകത്ത് വീട് തകർന്നു വീണു. കഴുവിലങ്ങ് തോപ്പിൽ ബാബുവിന്റെ വീടാണ് തകർന്നത്. ജനകീയ സേവനത്തിന്റെ പ്രതിരൂപമായി മുണ്ടത്തിക്കോടിന്റെ പ്രിയപ്പെട്ടവനായി ജനകീയ വില്ലേജ് ഓഫീസർ. സർവീസിൽ നിന്ന് വിരമിച്ച MK സുരേഷിന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി നാട്ടുകാർ. യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുണ്ടന്നൂർ വരവൂർ റോഡിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട ലോറി കാനയിലേക്ക് മറിഞ്ഞ അപകടം. മുക്കത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് മരം കയറ്റാനെത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഒഴിവായത് വൻ ദുരന്തം. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ വീണ്ടും കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറച്ചത്. 19 കിലോ സിലിണ്ടറിന്റെ വില 1685 രൂപ 50 പൈസയായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പുതിയ പ്രിൻസിപ്പൽ. മെഡിക്കൽ കോളേജ് ത്വക്കുരോഗ വിഭാഗം മുൻ മേധാവി ഡോക്ടർ N അശോകനെ പ്രിൻസിപ്പാളായി നിയമിച്ചു. അശോകൻ മുളങ്കുന്നത്തുകാവിൽ എത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനമൊഴിഞ്ഞ ഡോക്ടർ B ഷീല സർവീസിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്നാണ് നിയമനം. കാലവർഷക്കെടുതികളെ അതിജീവിക്കാൻ പൊതുസമൂഹത്തിന് ബോധവൽക്കരണ പരിശീലനവുമായി വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവയുണ്ടായാൽ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവൽക്കരണം. നിലയത്തിലെ സിവിൽ ഡിഫൻസ്, ആപ്താമിത്ര, വളണ്ടിയേഴ്സ് എന്നിവരെ ഉൾപ്പെടുത്തി ഓറിയന്റേഷൻ ക്ലാസ്. സ്റ്റേഷൻ ഓഫീസർ TK നിതീഷ് നേതൃത്വം നൽകി. മധ്യവേനലവധി സമാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പുതിയ അധ്യയന വർഷ ആരവത്തിലേക്ക് അക്ഷര കേരളം. സംസ്ഥാനത്ത് 1 മുതൽ 9 വരെ ക്ലാസുകളിൽ ഇത്തവണയും ഓൾ പ്രൊമോഷൻ. മൂല്യനിർണ്ണയ രീതിയിൽ മാറ്റം വരുത്തുക വിശദമായ പഠനത്തിന് ശേഷം മാത്രമെന്ന മന്ത്രി V ശിവൻകുട്ടി. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം വില്ലടം GHSSൽ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾക്കു നേരെ കാട്ടാനയാക്രമണം. മലക്കപ്പാറ പാതയിലാണ് സംഭവം. ഇരുചക്ര വാഹനവും കാറും തകർത്തു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. പാതയിൽ ഏറെ നേരം പ്രകോപിതനായി നിന്ന കൊമ്പൻ കാടുകയറിയതോടെയാണ് വലിയ ഭീതിയാകുന്നത്.